നമസ്കാരം. ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ വെറും തോന്നലുകൾ മാത്രമാണോ? എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാറില്ലേ? ഇതിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഗുരുജിയുടെ അഭിപ്രായം ചോദിക്കാം. നമസ്തേ ഗുരുജി. നമസ്തേ. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണാറുണ്ട്. ശരിക്കും അത് നമ്മുടെ ഉപബോധ മനസ്സിന് കാലത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളത് കൊണ്ടാണോ? എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ ഒരു വസ്തുത? ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ നിഗൂഢതയാണ്, ഒരു പ്രഹേളികയാണ്. ഇന്ന് വരെ മനസ്സ് എന്താണെന്ന് ആരും നിർവചിച്ചിട്ടില്ല. ഈ പ്രപഞ്ചം ഒരു മായയാണ്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് മായയാണ്. ഇംഗ്ലീഷിൽ അതിന് മാറ്റർ, വാട്ട് ഈസ് മാനിഫെസ്റ്റഡ് ആസ് മാറ്റർ ഈസ് കീപ്പ് ഓൺ മ്യൂട്ടേറ്റിംഗ്. അതുകൊണ്ടാണ് നമുക്ക് ഭാരതത്തിൽ അതിനെ ശരീരം എന്ന് വിളിക്കുന്നത്. ശീര്യതേ അനേന ഇതി ശരീര. ശരീരം എന്ന് കേൾക്കുമ്പോൾ നാം ധരിക്കും അത് നമ്മുടെ ശരീരം മാത്രമാണെന്ന്. അതല്ല, എന്തൊക്കെയാണോ ഫോമായിട്ടുള്ളത്, ദ്രവ്യഭാവം ആർജിച്ചതേതോ അത് മാറ്ററാണ്, അത് ശരീരമാണ്. അതെപ്പോഴും മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് യാതൊരു സ്ഥായി ഭാവവുമില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മിഥ്യയാണെന്നും സത്യം മനസ്സിന് വഴങ്ങുന്നതല്ല എന്ന് എല്ലാ ആചാര്യന്മാരും അടിവരയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ മായയിൽ ബദ്ധരായി കിടക്കുകയാണ്. അതിൽ നിന്ന് എപ്പോഴാണോ നാം മുക്തി നേടുന്നത്, അവിടെയേ വ്യക്തമായ ആൻസർ, വ്യക്തമായ ഉത്തരം ഈ ചോദ്യത്തിനുണ്ടാവുള്ളൂ. യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലാണ്. അതൊരു പ്രത്യേക ഡയമെൻഷനിൽ, ഒരു തരംഗ ദൈർഘ്യത്തിൽ നിൽക്കുകയാണ്. ആ ഓരോ തരംഗവും മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കും. ഈ ബൈപോളാർ ഡിസീസ് എന്ന് പറയുന്നില്ലേ, സത്യത്തിൽ ഇത് പലർക്കും ഈ മനസ്സിൻ്റെ തരംഗങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ നിർവചിക്കാൻ കഴിയാത്ത തരംഗങ്ങൾ നമ്മുടെ മനസ്സിനുണ്ട്. മൈക്രോസ്കോപ്പിന് ശരിക്കും ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്നത് മാത്രമാണ് നമുക്ക് ഇപ്പോഴും സൂക്ഷ്മലോകമായി നാം പറയുന്നത്, ഇല്ലേ? കണ്ണുകൊണ്ടല്ലേ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്നത്. ഇറ്റ്സ് ഓൺലി മാഗ്നിഫൈങ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. സാധാരണ കണ്ണിന് കഴിയാത്ത സൂക്ഷ്മതലത്തിലുള്ളത് പല കണ്ണാടികൾ ഉപയോഗിച്ച്, ലെൻസുകൾ ഉപയോഗിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ണിന് ശരിക്കും ദൃശ്യമാക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഈ ദൃശ്യം എന്ന ആ ഒരു അവസ്ഥയ്ക്കപ്പുറം അനുഭവം എന്നൊരു തലമുണ്ട്. ആ അനുഭവ തലത്തിലേക്ക് എത്താതെ ഇതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഈ ബൈപോളാർ ഡിസീസ് എന്ന് പറയുന്നത് ഈ അനുഭവ തലം, കണ്ണിന് കാണാൻ കഴിയുന്ന ഒരു തലം മൾട്ടിപ്ലൈ ചെയ്ത് വരും, പലതായിട്ട് വരും. അപ്പം ഞാൻ ആതിരയെ നോക്കുമ്പോൾ, ഞാൻ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ആതിരയുടെ ശരീരത്തിൽ തന്നെ പല തലങ്ങളുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ പ്രാണകോശം, മനോകോശം, വിജ്ഞാനകോശം ഇങ്ങനെയൊക്കെ പലതായിട്ട് ആയുർവേദത്തിലും യോഗ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ അപരിമിതമായ ആ അറിവിലേക്ക്, അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ സാധന വേണം. ഇപ്പം മരിച്ച് പോകുന്ന ഒരു തലം എന്ന് നാം പറയുന്നില്ലേ, പ്രേതങ്ങൾ, അതൊരു തലമാണ്. ഉറങ്ങുമ്പോൾ സത്യത്തിൽ ഗാഠമായ ഉറക്കത്തിൽ നമ്മൾ മരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഡയമെൻഷനിൽ നമ്മുടെ ബോധം എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ യോഗശാസ്ത്രം പറയുന്നത് എന്താണ്? ചിത്തവൃത്തി നിരോധം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിരോധിച്ചാൽ നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ ഇത് നാം സ്വപ്നത്തിൽ കാണുന്നത് സംഭവിക്കാൻ പോകുന്നതാണോ എന്ന ചോദ്യം വരുന്നത് ഈ മായയിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണത്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം എന്നേ നടന്നതാണ്, ഇനിയും നടക്കും. അപ്പോൾ നമ്മുടെ മനസ്സിന് ഭൂതവും ഇല്ല, ഭാവിയും ഇല്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്നോ നടന്നതെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അത് മനസ്സിലെ ഒരു കണക്കുകൂട്ടലാണ്. ഇത്രയേ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയൂ. ഇനി അതല്ല സ്വപ്നം എന്ന് വ്യക്തമായി അനുഭവിക്കണമെങ്കിൽ, ധ്യാനം അറിഞ്ഞുകൂടെങ്കിൽ ഏതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് നോക്കാം. മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കഞ്ചാവ് വലിക്കുകയോ
കറുപ്പ് തിന്നുകയോ അതുപോലുള്ള ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മനോമണ്ഡലത്തെ, മനസ്സിൻ്റെ തരംഗത്തെ മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് പല ഭൂമികകൾ അനുഭവപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഭ്രമം. മനസ്സിനെ ഭ്രമിപ്പിക്കുകയാണ്. പക്ഷെ അത് സത്യമല്ലേ? അത് അനുഭവിക്കുന്ന ആളിന് അത് സത്യമാണ്. എന്നാൽ ഇത് മയക്കുമരുന്നിൻ്റെയോ ധ്യാനത്തിൻ്റെയോ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ, പ്രയോഗമില്ലാതെ ഉറക്കത്തിൽ സംഭവിക്കുന്നതിനെയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് നടന്നതോ നടക്കാൻ പോകുന്നതോ എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ഞാനെന്ന പരിമിത ബോധം കൊണ്ടാണ്. ആ പരിമിതമായ ബോധം മാറ്റിയാൽ ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത എന്തോ ഉണ്ടെന്ന് തോന്നിയതാണെന്ന് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഈ സത്യവും ഭ്രമവും മിഥ്യയും എന്താണെന്നുള്ള വ്യത്യാസം നമുക്ക് ധ്യാനത്തിലൂടെ അറിയാൻ കഴിയും. അതോടെ ഈ ചോദ്യങ്ങൾ ഇല്ലാതാകുകയാണ്, ഉത്തരങ്ങൾ കിട്ടുക അല്ല സത്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് ഇന്നും എന്നും മനസ്സിന് ഒരു നിഗൂഢതയായി തന്നെ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോയെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ട സ്ഥലങ്ങളാണെന്ന് പറയും. ചിലർ ഉറക്കത്തിലേക്ക് കൊക്കയിൽ വീഴും പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് സ്വപ്നത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. അതൊക്കെ നമ്മളപ്പോൾ അതൊക്കെ ഒരു ഭ്രമമാണെന്നാണ് ഗുരുജി പറയുന്നത്. അല്ലെങ്കിൽ ശങ്കരാചാര്യർക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും തെറ്റി. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു, ജഗത്ത്, ഈ നിങ്ങൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം മിഥ്യയാണ്. ഒന്നുകിൽ അവർ ശരി, അല്ലെങ്കിൽ നമ്മൾ ശരി. ഇതാരാണ് ശരിയെന്ന് കണ്ടുപിടിക്കാം. ഈ കൊക്കയിൽ വീഴുന്നതും അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോകുന്നതുമൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഇത് ധ്യാനത്തിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ കൊക്കയിൽ വീണ അവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ കൊക്കയിൽ വീണോ? പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം, ഭാവിയിൽ കൊക്കയിൽ വീണ് മരിക്കാനുള്ളതാണ് നേരത്തെ കണ്ടത് എന്ന് പറയാം. അതിന് നമ്മുടെ മനോമണ്ഡലത്തിൽ ഉത്തരമില്ല. വെറുതെ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. ഇതെല്ലാം തലച്ചോറിൽ നടക്കുന്ന രാസവ്യതിയാനങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രാണാപാനോർ ഗ്രന്ഥി രജപേ തപിതീയതേ, നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രാണനും അപാനനും സൂര്യനും ചന്ദ്രനും പോസിറ്റീവ് നെഗറ്റീവ് ഈ ശക്തികളെ പരസ്പരം യോജിപ്പിക്കാൻ പഠിച്ചാൽ ശരീരത്തിൽ പല ഗ്രന്ഥികളെയും നമുക്ക് ആക്റ്റീവാക്കാം. അങ്ങനെ ഗ്രന്ഥികൾ പലത് ആക്റ്റീവാകുമ്പോൾ പലതരം ഹോർമോണുകൾ ശരീരത്തിൽ പല ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാക്കാം. ആ ലഹരിയിലൂടെ ആത്മലഹരി അനുഭവിക്കുമ്പോൾ മനസ്സിൻ്റെ ഈ പല മണ്ഡലങ്ങൾ, മനോമണ്ഡലങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോഴുറപ്പ് വരും, ഈ ബോധമണ്ഡലം എണ്ണിയാലൊടുങ്ങാത്ത മണ്ഡലങ്ങളിലെ ഒരെണ്ണമാകുന്നു എന്ന്. അവിടെയാണ് നമുക്ക് ഒരു വല്ലാത്ത സംതൃപ്തിയും ധൈര്യവും സന്തോഷവും ഒക്കെ തോന്നുന്നത്. ഈ ശാസ്ത്രലോകം ഈ ലൂസി ഡ്രീമിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നം കാണുകയാണെന്ന് നമ്മൾ ഉറക്കത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്വപ്നം മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും അതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അത് ഒരു യോഗാനുഭവമാണ്. ഒരു യോഗിക്ക് എൻ്റെ അനുഭവമാണ്. എനിക്ക് ബോധമണ്ഡലത്തിൽ ഇരിക്കവേ തന്നെ സ്വപ്നം കാണാൻ പറ്റും. ആ സ്വപ്നത്തെ തന്നെ എനിക്കാവശ്യമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഞാനാണ് എൻ്റെ ലോകം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് എന്നെ ദുഃഖിപ്പിക്കാനോ വരുത്തുവാനോ കഴിയാത്തത്. കാരണം ഒരു ആൾ എനിക്കിഷ്ടപ്പെടാത്ത കാര്യം പറയുന്നു എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ അയാളെ നോക്കിയിട്ട് എൻ്റെ മനോമണ്ഡലം ഞാനങ്ങ് മാറ്റും. എൻ്റെ ഗ്ലാൻഡുകളെ, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതല്ല, പ്രതികരിക്കേണ്ടതില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ എൻ്റെ മനസ്സൊരു സ്വപ്നാവസ്ഥയിലേക്ക് മാറ്റി അതിൽ ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തലത്തിലേക്ക് ഞാനത് എൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, തലച്ചോറിൻ്റെ ആ ഒരു രാസപ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കും. അപ്പോൾ ഈ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളും നോട്ടവും ഒന്നും എന്നെ ബാധിക്കില്ല. ഞാൻ അതുമായി കണക്റ്റ് ചെയ്യില്ല, വിയോജിച്ച് കളയും. അതിന് പകരം എൻ്റെ മനസ്സിനെ ഞാൻ മറ്റ് ചില മണ്ഡലങ്ങളുമായി യോജിപ്പിച്ച് നിർത്തും. ഇതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്.
പക്ഷേ ഇത് പ്രകൃതിയാൽ സംഭവിക്കുമ്പോൾ അത് ഒരു എന്താണ് അത്ഭുതാനുഭവവും സാധനയാൽ സംഭവിപ്പിക്കുമ്പോൾ അതൊരു യോഗ സിദ്ധിയുമായി മാറും. അത്രയേ ഉള്ളൂ. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് പണ്ട് നമ്മുടെ പൂർവ്വരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? അങ്ങനെ ഒരു വാസ്തവവുമില്ല. മനുഷ്യൻ്റെ ആശയെയും ഭയത്തെയും എല്ലാം മുതലെടുക്കാനോ അല്ലെങ്കിൽ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്നവനെ ഒന്ന് ഒരു കൈ കൊടുത്ത് സഹായിക്കാനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാർ ഉപയോഗിച്ചതോ ആയിരിക്കാം. ഒന്നുകിൽ ദുഷ്ടബുദ്ധിലാക്കോടുകൂടി, അല്ലെന്നുണ്ടെങ്കിൽ സദ്ബുദ്ധിയോടുകൂടി. ഏതായാലും അന്യനെന്തെങ്കിലും പ്രയോജനം വരണമെന്ന രീതിയിലായിരിക്കണം ഗുരുക്കന്മാർ ഉപയോഗിച്ചത്. അതല്ല, അതെവിടെയെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിയിൽ ചീത്തയും നല്ലതും ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് തള്ളിക്കളയുക. അല്ലാതെ സ്വപ്നത്തിന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല. കാരണം ഈ ജീവിതം തന്നെ മായയാണ്. പിന്നെ ഈ മായയുടെ അകത്ത് എന്താണ് ഈ സ്വപ്നത്തിൻ്റെ റിലവൻസ്? ഗുരുജി, യോഗയിൽ സുഷുപ്തിയും സ്വപ്നവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സുഷുപ്തിയും സമാധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും അല്ലെങ്കിൽ എല്ലാം മനസ്സിൻ്റെ പല തലങ്ങളാണ്. ഇപ്പോൾ നാം സംസാരിക്കുന്നത് ഇതിനെ ബോധാവസ്ഥ എന്ന് പറയും. ജാഗ്രത്, നമ്മുടെ തലച്ചോറ്, ആതിരയുടെയും എൻ്റെയും തലച്ചോറിൻ്റെ ആ തരംഗങ്ങൾ ഏകദേശം ഒരേ ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ടാണ് ആതിര ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്കും ഞാൻ പറയുന്ന മറുപടി ആതിരയ്ക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവേ എൻ്റെ തലച്ചോറിൽ അല്ലെങ്കിൽ ശരീരത്തിൽ സെറോട്ടോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ എൻ്റെ കണ്ണ് പതുക്കെ ഇങ്ങനെ മയങ്ങി വരും. അപ്പോൾ ഞാനൊരു സ്വപ്നാവസ്ഥയിലേക്കാകും. മാറ്റം എവിടെയാണ്? എൻ്റെ തന്നെ തലച്ചോറിലാണ്. അപ്പോൾ അവിടെ ഞാൻ ചിലപ്പോൾ ആ നല്ല സ്വപ്നത്തിൽ വീഴുകയാണെങ്കിൽ ആതിരയുടെ ഈ രൂപം മാറി, അല്ലെങ്കിൽ അവിടെ വേറെ ആരൊക്കെ നിൽക്കുന്നതായിട്ടോ ആതിരയെ തല്ലാൻ വരുന്നതായിട്ടോ ഒക്കെ ചിലപ്പോൾ സ്വപ്നം കാണാം. അതും എൻ്റെ മനസ്സിലെ ആ ഒരു രാസവ്യതിയാനങ്ങളാണ്. അതിന് സ്വപ്നാവസ്ഥ എന്ന് പറയും. അതും കഴിഞ്ഞ് വീണ്ടും സെറോട്ടോണിൻ്റെ അളവ് കൂടിയാൽ മയങ്ങും. അപ്പോൾ കണ്ണ് മുഴുവൻ അടഞ്ഞ് ഇങ്ങനെ ആതിരയോ ഈ ഒരു സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഉള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാനൊരു ഇരുട്ടിലേക്ക് അങ്ങ് വീഴുന്നു. അതിനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഗാഠമായ ഉറക്കം. അത് യഥാർത്ഥത്തിലൊരു മരണമാണ്. ഇതിൽ നിന്ന് ഉണരുന്നത് കൊണ്ടാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. ഉണർന്നില്ലെങ്കിലോ മരിച്ചു. ശരിയല്ലേ? അപ്പോൾ ഈ ഉറക്കത്തെ, ഗാഠമായ ആ ഉറക്കത്തെ ബോധപൂർവം സൃഷ്ടിക്കാൻ പറ്റും. ആ സമയത്ത് ഉറങ്ങുമ്പോൾ ഞാൻ എന്ന ബോധം എവിടെയാണെന്ന് സാധനയിൽ കണ്ടെത്താൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ സമാധി. അതുകൊണ്ടാണ് അതിനെ യോഗ നിദ്ര എന്ന് വിളിക്കുന്നത്. അതായത് സുഷുപ്തിക്ക് സമാനമായ ഒരവസ്ഥ ബോധപൂർവം സാധനയിലൂടെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബാഹ്യപ്രപഞ്ചവുമായി ബന്ധമില്ലാത്ത ഒരു തലം നമുക്ക് അനുഭവപ്പെടും. ആ അനുഭവം ഒരു പൂർണ്ണ നിയന്ത്രണം തരും. എന്തിലുള്ള നിയന്ത്രണം? ശരീരത്തിലെയും മനസ്സിലെയും രാസവ്യതിയാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നേടിത്തരും. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സത്യത്തിൽ സമാധിയും സുഷുപ്തിയും ഫലത്തിൽ ഒന്നാണ്, പക്ഷേ അനുഭവത്തിൽ രണ്ടാണ്. ഇതാണ് അതിൻ്റെ ഒരു സാമ്യം. പക്ഷേ ഉറക്കം പ്രകൃതിയാൽ സംഭവിക്കും, സമാധി സാധനയിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രോഗം കൊണ്ടുണ്ടാകും. രോഗം കൊണ്ടുണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനെ കൈകാര്യം ചെയ്യാൻ. യോഗം കൊണ്ട് സംഭവിപ്പിച്ചാൽ അതാണ് സർവതന്ത്ര സ്വതന്ത്രത എന്ന് പറയുന്ന അവസ്ഥ. ഈ ചില ആൾക്കാർ ഉറക്കത്തിൽ പറയാറുണ്ട്, എൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുമ്പ് മരിച്ചുപോയ ആൾക്കാർ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത രൂപങ്ങൾ ഒക്കെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിന് പിന്നിൽ എന്താണ് അങ്ങനെ ശരിക്കും അന്നുള്ളതാണോ അതോ അവരുടെ ഒരു അസുഖമാണോ? അതെന്താണത്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു കോശത്തിൻ്റെ ഓർമ്മയിലുണ്ട്. സെൽ മെമ്മറി എന്ന് പറയും. അതിനെയാണ് അണോരണീയാൻ മഹതോ മഹിയാൻ എന്ന് പൗരാണിക ആചാര്യന്മാർ പറഞ്ഞത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. ഇതാണ് ശാസ്ത്രം.
അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു കോശത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിയന്ത്രണ അതീതമായ പ്രകടനമാണ് ഈ പറയുന്ന സ്വപ്നമെന്നും അനുഭവമെന്നും പറയുന്നത്. ശ്രദ്ധാപൂർവം ശ്രമിച്ചാൽ ഈ പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് നിയന്ത്രണ വിധേയമായി അനുഭവിക്കാം. അതാണ് യോഗസിദ്ധി. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈ യോഗിമാർക്കൊക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് ആത്മാവിന് വേറൊരാളുടെ ഇതിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? അതങ്ങനെ സംഭവിക്കൂ? എന്തുകൊണ്ട് സംഭവിക്കില്ല? ഒരു മനസ്സിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ മനസ്സ് തന്നെയാണല്ലോ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത്. ആ നിയന്ത്രണം സിദ്ധിച്ചവന് ഏത് മാധ്യമത്തിലൂടെയും ഏത് മാറ്ററിലൂടെയും ആ മനഃശക്തിയെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. പക്ഷേ ആ തരത്തിലേക്ക് മനോനിയന്ത്രണം സിദ്ധിക്കണം. അതിനെയാണ് സിദ്ധി, എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് എന്ന് പറയുന്നത്. 100% അത് സാധ്യമാണ്. ഗുരുജി, അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം സാധ്യമാണെന്നാണോ ഗുരുജി പറയുന്നത്? അതെ, ഇത് ഞാനല്ലല്ലോ പറയുന്നത്. പൗരാണിക ഭാരത ശാസ്ത്രശാഖകളെല്ലാം, അത് ആയുർവേദമായാലും സിദ്ധവേദമായാലും യോഗശാസ്ത്രമായാലും മറ്റ് ഏത് വിഭാഗങ്ങളായാലും ആചാര്യന്മാർ എത്തി നിൽക്കുന്ന ഒരു കൺക്ലൂഷനാണ് മനോമയമിതം സർവം. എല്ലാം നിങ്ങളുടെ മനസ്സാണ്. പെരിഫറൽ ലെവലിൽ വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ പെട്ടെന്നൊരു ഉത്തരം തരും, നെവർ മൈൻഡ്. അതൊരു തമാശ രൂപത്തിൽ. എന്നാൽ ആധികാരികമായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സാണ്. ഈ പ്രപഞ്ചമാകുന്ന ആ ഒരു സത്യത്തെ നിങ്ങളൊരു ടേപ്പിസ്ട്രി ആയിട്ട്, ഒരു വലിയ ക്യാൻവാസായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വരച്ചിരിക്കുന്ന ഒരു ക്യാൻവാസാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്നാണ് ആചാര്യന്മാർ ഉറപ്പിച്ച് പറയുന്നത്. എന്നാൽ പൗരാണിക ആചാര്യന്മാർ ആ ടേപ്പിസ്ട്രിയെ അല്ലെങ്കിൽ ആ രൂപകത്തെ, ആ ഒരു യൂണിവേഴ്സൽ ക്യാൻവാസിനെ എങ്ങനെ അടുത്തറിയാം, അകത്തറിയാം എന്ന് ഗുരുക്കന്മാർ പഠിപ്പിച്ചു. അതാണ് ധ്യാനം. അങ്ങനെ ധ്യാനിച്ചാൽ നിങ്ങളുടെ ജാഗ്രതാവസ്ഥ എന്താണെന്നും സ്വപ്നാവസ്ഥ എന്താണെന്നും സുഷുപ്തി എന്താണെന്നും ഇനി ആ ഒരു അതീന്ദ്രിയ ബോധാവസ്ഥ, തന്ത്രാവസ്ഥ എന്താണെന്നും തുരീയാവസ്ഥ എന്താണെന്നും തുരീയ അതീതം, അങ്ങനെ സാധാരണഗതിയിൽ തന്നെ 14 തലങ്ങളെ നമുക്ക് അടുത്തറിയാൻ കഴിയും ധ്യാനിച്ചാൽ. അവിടെ ഈ 14 തലങ്ങളിലെ ഒരു ഉപതലം മാത്രമാണ് ഈ സ്വപ്നം. എന്തുകൊണ്ട് നമ്മൾ ഈ സ്വപ്നത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വച്ചാൽ, ഒരു സമ്പന്നനെ എടുക്കുക, കോടാനുകോടി പൈസ അയാൾക്കുണ്ട്. അയാൾക്ക് ഒരു 1000-2000 രൂപ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് എന്ത് വേവലാതി ഉണ്ടാവും? ഒരു വേവലാതി ഉണ്ടാവില്ലല്ലോ. ഇല്ല. അതേസമയം 1000 രൂപ ദിവസ വരുമാനമുള്ള ഒരാളിന് പെട്ടെന്ന് 5000 രൂപയുടെ ഒരു നഷ്ടമുണ്ടായി. അയാളുടെ ആ വ്യാകുലത എന്തായിരിക്കും? ഇവിടെ വ്യത്യാസം എന്താണ്? നമുക്ക് അനന്തമായ അറിവുണ്ടെങ്കിൽ പരിമിതമായ ഈ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ആ അറിവിൻ്റെ മുന്നിൽ, സാഗരത്തിൻ്റെ മുന്നിൽ ഒരു കുമിളയ്ക്ക് എന്തെങ്കിലും വലിയ പ്രാധാന്യമുണ്ടോ? എന്നാൽ ഈ ഒരു കുമിള ഒരു ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ അതിന് ഒരു പ്രാധാന്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള ഈ വ്യാകുലത കളയണമെങ്കിൽ സ്വപ്ന അതീതമായ അറിവിൻ്റെ തലങ്ങളിലേക്ക് നാം ഓരോരുത്തരും യാത്ര ചെയ്യണം. ഇല്ലെങ്കിൽ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും വിശദീകരണങ്ങളും നാം ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ആകുലതയാണ്, നമ്മുടെ ആവലാതിയാണ്. അത് വിൽക്കാൻ ഒരുപാട് പേര് സമൂഹത്തിലുണ്ടാകും. അതിൻ്റെ ഒരു വിക്റ്റിമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ സാധ്യതകളും നമ്മിൽ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ശാസ്ത്രീയമായി കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്വം. അത് നിറവേറ്റിയാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സങ്കടത്തോടെ ഇങ്ങനെ അന്വേഷിച്ച് അലയാം. സ്വപ്നത്തെക്കുറിച്ച് ഗുരുജി പങ്കുവച്ച അറിവുകൾ നിങ്ങളെ നല്ല സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ.
കാലം മറച്ചുപിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.